ഉള്ളൊഴുക്ക്. ഈ ഒരു എൻ്റയർ മൂവിയുടെ സ്റ്റോറി എന്താണെന്നുള്ളത് ഈ ഒരു ടൈറ്റിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അത്ര നൈസ് ആയിട്ടാണ് ഈ ഒരു മൂവി പ്രസന്റ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു മൂവി കാണാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ ഡയറക്ടർ, ആക്ടേഴ്സ് ആൻഡ് മ്യൂസിക് ആണ്. ഈ ഒരു മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്ന ക്രിസ്റ്റോ ടോമിയാണ്, ഫ്രം ദ ഡയറക്ടർ ഓഫ് കറി ആൻഡ് സൈനൈഡ്. സോ നമുക്കറിയാം അതൊരു കിഡിലൻ ഡോക്യുമെന്ററി ആയിരുന്നു. ആൻഡ് ഇതിലെ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന ഉറൂഷി ചേച്ചിയും പാർവതിയുമാണ്. ആൻഡ് മ്യൂസിക് ബൈ സുഷിൻ ശ്യാം. നമ്മൾ ഇതുവരെ സുഷിൻ്റെ നിന്ന് കേൾക്കാത്ത രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ആണ് ഈ ഒരു മൂവിയിൽ വന്നിരിക്കുന്നത്. ഓരോ സീക്വൻസിനും ബ്ലെൻഡ് ചെയ്തിട്ടാണ് ആ മ്യൂസിക് പോയിരിക്കുന്നത്. നമ്മൾ അറിയത്ത് പോലും ഇല്ല അവിടെ ടൂണുള്ളത് കാരണം ആ ഒരു സീനുമായിട്ട് നല്ല രീതിക്ക് തന്നെ അത് ഇങ്ങനെ ആ ഒരു ഫ്ലോയിൽ പോകുന്നുണ്ട്. സുഷിൻ ഇതുവരെ ഇങ്ങനത്തെ സ്റ്റൈൽ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിലാണ് ഈ ഒരു മൂവിയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓവറോൾ മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു സ്ലോ പീസ് ആയിട്ടുള്ള ഡ്രാമയാണ്. ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് പേസിലൊന്നും അല്ല സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും, ഓരോ ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസ് ആയാലും ഓരോ സീക്വൻസ് ആയാലും അത് കടന്നു പോകുന്ന കാര്യങ്ങളായാലും അല്ലെങ്കിൽ പ്രസന്റ് ആയാലും എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്ന ഓരോ ആൾക്കാർക്കും ഇമോഷണൽ നല്ല രീതിയിൽ കണക്ട് ചെയ്തിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഈ സിനിമയിൽ വന്നു പോകുന്ന ഓരോ ക്യാരക്ടേഴ്സിനെ നമുക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. അവരുടെ സിറ്റുവേഷൻസും അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും എല്ലാം നമുക്ക് ഭയങ്കര രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഓരോ ക്യാരക്ടേഴ്സിനെയും ഈ സിനിമയിൽ റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. പക്ഷേ ഈ ഒരു മൂവിനെ ഈ ഒരു ലെവലാക്കിയത് ഇതിന്റെ സ്ക്രീൻ പ്ലേയും ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ഒക്കെയാണ്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു മരണത്തിന് റിലേറ്റ് ചെയ്തിട്ട് ആ വീട്ടിൽ നടക്കുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. അതായത് പാർവതിയുടെ ഹസ്ബൻഡ് മരിച്ചായിരുന്നു. സോ മരണശേഷം ആ വീട്ടിൽ ആ ഒരു മരണത്തിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും അത് ആൾക്കാർ ഫേസ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവരുടെ POVയിലാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഞാൻ കൂടുതലായിട്ട് ആ ഒരു സ്റ്റോറിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കും. ഒരു നൈസ് സ്ക്രീൻ പ്ലേ ആണ്. എനിക്ക് ഭയങ്കര ഇതിലാണ് ഇഷ്ടപ്പെട്ടു. നൈസായിട്ട് തന്നെ ഓരോ കാര്യങ്ങളെടുത്ത് പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിന്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ്. നല്ല അടിപൊളിയായിട്ടാണ് സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. ഓരോ ക്യാരക്ടേഴ്സ് ആയാലും അവരുടെ ഇമോഷൻസ് ആയാലും ഇപ്പൊ നമ്മൾ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു ക്യാരക്ടറിന്റെ POV നമ്മൾ ചിന്തിക്കുമ്പോൾ ഓക്കെ അത് തെറ്റാണെന്ന് തോന്നും. പക്ഷെ അതേസമയം വേറൊരു ക്യാരക്ടറിന്റെ POVയിൽ കൂടെ അത് പിന്നീട് എടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ അവരുടെ സൈഡിൽ നോക്കുമ്പോൾ അത് ശരിയാണ്. കാരണം ഇത് ഓരോ ഓഡിയൻസും ആണ് ഇത് ശരിക്കും വാല്യൂ ഉണ്ട്. എന്താണ് ശരി അല്ലെങ്കിൽ എന്താണ് തെറ്റ്, അല്ലെങ്കിൽ ഇത് ഓരോ ആൾക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഓരോ ആൻസേഴ്സ് ആയിരിക്കും. നമുക്ക് ഒരിക്കലും ഒരാളെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഇത് ശരിയാണ് ഇത് തെറ്റാണോ അങ്ങനെ ഇതിൽ പറയാനേ പറ്റത്തില്ല. ഇതിന്റെ സ്ക്രീൻ പ്ലേയും പ്രസന്റേഷനൊക്കെ വന്നിട്ട്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം ഇതിൽ ലീഡ് റോൾസ് ചെയ്തിരിക്കുന്ന ഉർവശി ചേച്ചിയും പാർവതിയാണ്. കാരണം രണ്ടുപേരുടെയും പെർഫോമൻസ് മാൻ കിഡിലോ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ. എസ്പെഷ്യലി ഉർവശി മാം സീൻ ആ പുള്ളിക്കാരിക്ക് ഇത് ഒന്നുമല്ല ആ രീതിക്കാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ചില ഇമോഷൻ സീക്വൻസും അല്ലെങ്കിൽ ചില സീൻസ് ഒക്കെ പുള്ളിക്കാരി ഇങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ പാർവതിയും അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ട് പോകുന്നുണ്ട്. ചില സിറ്റുവേഷൻസ് ഒക്കെ പുള്ളിക്കാരെ ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു എൻറ്റയർ മൂവിയിൽ ഈ ഒരു സ്റ്റോറിനെ തന്നെ ഇത്രമാത്രം അപ്ലിഫ്റ്റ് ചെയ്ത ഒരു ലെവലിൽ കൊണ്ടുപോകുന്നത് ഇവരുടെ പെർഫോമൻസ് മാത്രമാണ്. കാരണം ഇവരുടെ ഓരോരുത്തരുടെയും ഇമോഷൻസും അവരുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവരുടെ അപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ നമുക്ക് നല്ല രീതിക്ക് തന്നെ കണക്ട് ചെയ്ത് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു മൂവിയുടെ ഒരു 70% അല്ലെങ്കിൽ 80% സീക്വൻസും പറയുന്നത് വെള്ളത്തിലാണ്. ഭയങ്കര വെള്ളക്കെട്ട് ആ ഒരു ഫ്ലഡ് ടൈമിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് വീടിന്റെ അകത്തായാലും പുറത്തായാലും ഫുൾ വെള്ളമാണ്. സോ അതിലൊക്കെ നിന്നിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, അത് ഫുൾ ടൈം വെള്ളത്തിലൊക്കെ നിന്ന് അഭിനയിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. എന്നിട്ടും അവരൊക്കെ നിന്ന് പെർഫോം എന്നൊക്കെ കണ്ട മാൻ കിഡിലോ എന്നൊക്കെ പറഞ്ഞാൽ കിഡിലും. രണ്ടുപേരുടെ പെർഫോമൻസും അടിപൊളിയാണ്. കാരണം ഈ രണ്ടുപേരുടെയും POVയിൽ ഈ കഥ സംസാരിക്കുന്നുണ്ട്, രണ്ടുപേരുടെ ഇമോഷൻസ് നമുക്ക് സംസാരിക്കുന്നുണ്ട്, രണ്ടുപേരുടെ സിറ്റുവേഷൻസ് സംസാരിക്കുന്നുണ്ട്, രണ്ടുപേരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്. അത് നമുക്കിപ്പോൾ ഒരാളുടെ സൈഡിൽ നോക്കുമ്പോൾ ഒക്കെ ശരിയാണ് തെറ്റാണെന്ന് ഒരു കാര്യം തോന്നുവാണെങ്കിൽ അപ്പോൾ തന്നെ പാർവതിയുടെ POVന്ന് ആ ഒരു സെയിം സിറ്റുവേഷൻ പിന്നെ എടുത്ത് കാണിക്കും. അപ്പോൾ ശരിക്കും നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും. നമുക്ക് എന്താണ് ശരിക്കും പറയാൻ പറ്റത്തില്ല. കാരണം ഇവരുടെ ഓരോരുത്തരുടെയും ഇമോഷൻസും അവരുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവരുടെ അപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ നമുക്ക് നല്ല രീതിക്ക് തന്നെ കണക്ട് ചെയ്ത് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ സിനിമോട്ടോഗ്രാഫി ആൻഡ് എഡിറ്റിംഗ് ആണ്. സിനിമോട്ടോഗ്രാഫി ഒക്കെ നൈസ് ആണ്. ഒരു കിടിലം കുറെ ഫ്രെയിംസും കുറെ നൈസ് ആയിട്ടുള്ള ഷോർട്സ് ഒക്കെ ഉണ്ട്. ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ പക്കയാണ്. നമുക്ക് എന്താണോ ആവശ്യം അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ പ്ലേനെ എങ്ങനെ കൊണ്ടുപോകാം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ അടുത്തൊരു സീനിലോട്ട് കൊണ്ടുപോകുന്നതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ആ ഒരു ട്രാൻസിഷൻ സീൻസ് ഒക്കെ കുറച്ച് വരുന്നുണ്ട്. അതൊക്കെ നൈസ് ആണ്. നമ്മൾ അറിയത്തുപോലില്ല, നമ്മളിങ്ങനെ കണ്ടോണ്ടെങ്കിൽ അപ്പോൾ തന്നെ അടുത്തൊരു സീൻ വരും. അതും ഒരു കട്ട് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു എന്ത് പറയുക നമുക്ക് ഓക്കെ അടുത്ത സീനിലോട്ട് പോകുന്ന ഒരു ഫീൽ അങ്ങനെയൊന്നുമില്ല. ഒരു പക്ക ട്രാൻസിഷൻ ആയിട്ടുള്ള കുറെ സീക്വൻസ് ഒക്കെ ഉണ്ട്. പിന്നീട് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ചില പോർഷൻസ് അതായത് സെക്കൻഡ് ഹാഫ് ആ ഒരു എൻഡിലോട്ടൊക്കെ വരുന്നതിന്റെ ഇടയ്ക്ക് കുറച്ച് ലാഗ് ഫീൽ ആയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു വെച്ചാൽ അവിടെ കുറച്ച് ഇമോഷൻസ് അധികം നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ അവിടുത്തെ ക്യാരക്ടേഴ്സിന്റെ അപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ കുറച്ചും കൂടി നമ്മളെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വലിച്ചു നീട്ടിയ ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു. അത് കുറച്ചും ട്രിം ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. തന്നെ ഫുള്ളി എൻഗേജിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള സിനിമയെന്ന് എക്സ്പെക്ട് ചെയ്ത് ഒരിക്കലും പോലും ഇത് മീഡിയം സ്ലോ പേസ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത്. ഒരു ഫാമിലി സ്റ്റോറി സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി സംസാരിക്കുന്ന സിനിമയാണ്. ഓവറോൾ ഒരു അടിപൊളി മൂവിയാണ്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ അധികം എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു സ്റ്റോറിയും സ്ക്രീൻ പ്ലേ ഒക്കെയാണ് ഈ ഒരു മൂവിയിൽ വരുന്നത്. അതിനെ വളരെ നൈസ് ആയിട്ട് തന്നെ ഈ മൂവിയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.